നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ഡിസംബർ മാസം 14-ാം തീയതി ഞായറാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അതിന്റെ റിസൾട്ടും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF ഫലത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. സംസ്ഥാനത്താകെ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, 1-ാം ക്ലാസ് പ്രവേശനം 6 വയസ്സാക്കുന്നതിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത വർഷം 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 5 തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. 6 വയസ്സ് എന്ന നിർദ്ദേശം 2027 ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മിനിമം മാർക്ക് സംവിധാനം 1 മുതൽ 9-ാം ക്ലാസ് വരെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണ 9 വരെ ക്ലാസ്സുകളിൽ നടപ്പിലാകും. അടുത്ത വർഷം 10-ാം ക്ലാസ്സിൽ നടപ്പിലാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് മാനദണ്ഡം എന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നാണ്. 2022 മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടെങ്കിലും വർഷങ്ങളായി തുടർന്നു വരുന്ന 5 വയസ്സ് മാനദണ്ഡം മാറ്റാനാകില്ലെന്ന നിലപാടിലായിരുന്നു കേരളം. എന്നാൽ കഴിഞ്ഞ വർഷം സർക്കാർ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവെക്കുന്നത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ മാറ്റം വരുന്നു. പദ്ധതിയുടെ പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്നാക്കി മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. കുറഞ്ഞ ദിവസ കൂലി 240 രൂപയായി ഉയർത്താനും നീക്കമുണ്ട്. തൊഴിൽ ദിനങ്ങൾ 125 എണ്ണമാക്കി നിജപ്പെടുത്തുന്ന പൂജ്യ ബാപ്പു റോസ്ഗർ യോജന ബിൽ കേന്ദ്രം കൊണ്ടുവരാനും പദ്ധതിയുണ്ട്. പദ്ധതിക്കായി 1.51 ലക്ഷം കോടി രൂപയാണ് നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവിദഗ്ധ തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്നതായിരുന്നു പദ്ധതി. നിലവിൽ 15.4 കോടി പേർ പദ്ധതിയുടെ ഭാഗമായി തൊഴിലെടുക്കുന്നുണ്ട്. ഇതിൽ 1/3 സ്ത്രീകളാണ്. 2005 ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയത്. ഇത് 2009 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായി മാറ്റുകയായിരുന്നു. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 15-ാം തീയതി മുതൽ വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാണ് ഇത്തവണ ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. കഴിഞ്ഞ മാസവും 2000 രൂപയാണ് വിതരണം ചെയ്തത്. ഇപ്പോൾ നിലവിലെ കുടിശ്ശികയെല്ലാം തീർത്തിരിക്കുകയാണ്. ഇനി വരും മാസങ്ങളിലും ഈ ഒരു തുക തടസ്സം കൂടാതെ ലഭിക്കുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. എല്ലാ മാസവും മുടക്കം കൂടാതെ തുക വിതരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ മാസവും കൂടുതൽ തുക കണ്ടെത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു ഡിസംബറിൽ ക്രിസ്മസ് സീസൺ പരിഗണിച്ച് നേരത്തെ വിതരണം ചെയ്യുവാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അക്കാരണത്താൽ 25-ാം തീയതി മുതൽ തന്നെ വിതരണം പൂർത്തിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.